സിബിഐ അന്വേഷണത്തെ എതിർത്ത സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബം. സിബിഐ അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പിതാവ് KG മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ട്. കുത്തേറ്റ വന്ദനയ്ക്ക് ചികിത്സ ലഭിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഐ അന്വേഷണത്തെ സർക്കാർ എന്തിനാണ് എതിർത്തത്? ഈ സാഹചര്യത്തിൽ മകൾക്ക് നീതി ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടെന്ന് മോഹൻദാസ്. എന്താണെന്ന് അറിയത്തില്ല. ഈ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പതിവില്ലാത്ത വിധത്തിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ADGPയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് ഹാജരായി ഇതിന് യുക്തിയുക്തം ഏർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. മകൾക്ക് ചികിത്സ ലഭിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൊലപാതകം നടന്നത്. എൻ്റെ മോൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ല. അത് പബ്ലിക്കിന് ഒന്നും അറിയത്തില്ല കാര്യങ്ങൾ. ഇവരുടെ FISഉം ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം തിരുത്തിക്കാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. മകളുടെ രക്തസാക്ഷിത്വം ആശുപത്രി സംരക്ഷണ ബില്ലിനായി IMA ഉപയോഗിച്ചുവെന്നും വന്ദനയുടെ പിതാവ് വിമർശിച്ചു. 2023 മെയ് 10-നായിരുന്നു കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ടത്. ഡ്യൂട്ടിക്കിടെ ഡോക്ടർ കൊല്ലപ്പെടുന്ന കേരളത്തിലെ ആദ്യ സംഭവമാണിത്. റിപ്പോർട്ടർ, കോട്ടയം.